ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് 1-2 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അരി ഇളക്കാൻ ഞാൻ ഇതേപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. കഴുകി വൃത്തിയാക്കിയ അരിയും ഉഴുന്നും മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3-4 ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ 1-2 മിനിറ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി അടച്ചു വെക്കുക. അതിനുശേഷം തയ്യാറാക്കിയ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. അപ്പോൾ ഇത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓവർനൈറ്റ് വരെ വച്ചിരുന്നു. അരിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ആയിരുന്നു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ചുട്ടെടുക്കാൻ നേരത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ദോശക്കല്ലൊക്കെ വെച്ച് അടുപ്പ് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശയുടെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതേ സോഫ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.